നമ്മുടെ കുളം മൊത്തം കുളമായി. അബിൻസ്റ്റേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കുളത്തിൽ നമ്മൾ പ്ലാസ്റ്റിക് ഇടാനാണ് ആലോചിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും കോൺക്രീറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കോൺക്രീറ്റിന് വേണ്ടി നമുക്കിപ്പോൾ തുടങ്ങാം. ഗൈസ്, നമ്മുടെ വീഡിയോ കാണാൻ നിങ്ങളെല്ലാവരും ഒരു ഫോളോയിലേക്ക് മറക്കാതെ ചെയ്യണേ. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഇതുപോലെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഫോളോ ചെയ്തില്ലേ? 2-3 ദിവസം കൂടിയിട്ട് എടുത്ത വീഡിയോസ് ആണ്. നല്ല മഴ ആയതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത്. നമ്മുടെ കുളത്തിൽ നമ്മൾ അടി ഫ്ലോർ ഫുള്ളും മെറ്റൽ ഇടുക. അടി ഒന്ന് ഉറപ്പിന് വേണ്ടി ഫുള്ളും മെറ്റൽ ഇടുക. ഇന്ന് മഴ ഇത്തിരി കുറവുണ്ട് ഗൈസ്. അങ്ങനെ എല്ലാ സൈഡും മെറ്റലിട്ട് നല്ലോണം തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കാലാവസ്ഥ ഇങ്ങനെ മഴയും മഞ്ഞും ഒക്കെ വന്നു, എന്നാലും നമ്മൾ വിട്ടുകൊടുത്തില്ല. കോൺക്രീറ്റിനായിട്ട് കമ്പികൾ ഫുള്ളും നമ്മൾ കെട്ടി. അതിനുശേഷം നമ്മൾ ഇതിന്റെ അകത്ത് പ്ലംബിംഗ് ലൈനും ചെയ്തിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് അത്യാവശ്യം വെയിൽ കണ്ടപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. വീഡിയോയിൽ കാണുന്ന പോലെ കോൺക്രീറ്റിന്റെ പണി എളുപ്പമല്ല കേട്ടോ, നടു ഒടിഞ്ഞെന്ന് വേണം പറയാൻ. ഇതിന്റെ ഇടയ്ക്ക് ഒരു പനിനീർ ചാമങ്ങ മരം ഉണ്ടായിരുന്നു. അത് കളയാതെ നമ്മൾ സൈഡ് ഫുള്ളും കോൺക്രീറ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ വേറെ അങ്ങോട്ട് പോകത്തില്ല. ഗൈസ്, നമ്മുടെ കോൺക്രീറ്റ് ഫുള്ളും തീർന്ന് അടുത്തു പോയേട്ടോ. നല്ല പാടായിരുന്നു കേട്ടോ. കോൺക്രീറ്റിന്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി സൈഡ് ഫുള്ളും പ്ലാസ്റ്റർ ചെയ്യാനുണ്ട്. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യണേ. നമ്മുടെ കുളത്തിൽ വെള്ളം നിറയ്ക്കുന്നുണ്ട്. എത്ര ലിറ്റർ വെള്ളം പിടിക്കുമെന്ന് അറിയില്ല, ലീക്ക് ആവുമെന്ന് അറിയത്തില്ല. ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.